നിലവിലെ കമ്പനിയിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയോ അല്ലെങ്കിൽ ശമ്പളക്കുറവോ ആയിരിക്കും ഭൂരിഭാഗം പേരെയും മറ്റൊരു ജോലി തേടാനോ രാജിവെക്കാനോ പ്രേരിപ്പിക്കുന്നത്. മികച്ച ശമ്പളമുണ്ടായിട്ട് ജോലി രാജിവെച്ച് കൃഷിയിലേക്കും മറ്റും തിരിയുന്നവരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ലക്ഷ്യവുമില്ലാതെ കോടിക്കണക്കിന് ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച എഞ്ചിനീയറുടെ കഥയാണ് സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചിരിക്കുന്നത്. ബംഗളൂരു സ്വദേശിയായ 30-കാരനായ എഞ്ചിനീയർ വരുൺ ഹസിജയാണ് 1 കോടി ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ചത്. എഞ്ചിനീയറിംഗ് രംഗത്ത് 10 വർഷത്തിലേറെ പ്രവർത്തന പരിചയമുള്ളയാളാണ് വരുൺ. രാജിവെച്ച കാര്യം തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ വരുൺ പങ്കുവച്ചിട്ടുണ്ട്. ഉയർന്ന ശമ്പളമുള്ള ജോലി മറ്റു ഓഫറുകളൊന്നുമില്ലാതെ ഉപേക്ഷിക്കാനുള്ള വരുണിൻ്റെ ധീരമായ തീരുമാനം ഒരേ സമയം നെറ്റിസൺസിനെ പ്രചോദിപ്പിക്കുകയും ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ തീരുമാനങ്ങളിലൊന്ന് ഞാൻ എടുത്തു. കയ്യിൽ മറ്റൊരു ഓഫറുമില്ലാതെ ഞാൻ എൻ്റെ സുഖകരമായ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചു. ഭാവി പദ്ധതികളൊന്നുമില്ല, ലക്ഷ്യങ്ങളുമില്ല. പതിറ്റാണ്ട് നീണ്ട കരിയറിൽ ആദ്യമായി എനിക്ക് ഒരു ഇടവേള ആവശ്യമാണ് എന്ന തീരുമാനം യാഥാർത്ഥ്യമായത് ഇന്നാണ്, യുവാവ് കുറിച്ചു. ഇത് പെട്ടെന്നെടുത്ത തീരുമാനമല്ല, വർഷങ്ങളായി. എവിടെ ജോലി ചെയ്യണമെന്നും എന്തൊക്കെ റോളുകൾ ഏറ്റെടുക്കണമെന്നും തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഘടനാപരമായ ചട്ടക്കൂട് ഞാൻ പിന്തുടർന്നിരുന്നു, അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചതിൻ്റെ 3 കാരണങ്ങൾ ഓരോന്നും വരുൺ വിശദമായി വിശദീകരിക്കുന്നു. 1. സന്തോഷം. ഒരു ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ 80% ബോധപൂർവമായ സമയവും ജോലിയിൽ ചെലവഴിക്കുന്നു. നിങ്ങളുടെ ജോലിസ്ഥലം നിങ്ങൾക്ക് ആനന്ദമോ ആവേശമോ സന്തോഷമോ നൽകുന്നില്ലെങ്കിൽ അത് വിലമതിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിയിലെ സന്തോഷം വിലമതിക്കാനാവാത്തതാണ്. അതില്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കില്ല. 2. ഉദ്ദേശിച്ച ഫലം. ഞാൻ ചെയ്യുന്ന ജോലി ഉപഭോക്താക്കൾക്കും ബിസിനസ്സിനും അല്ലെങ്കിൽ രണ്ടിനും മൂല്യം സൃഷ്ടിക്കണം. സന്തോഷം, ഫലം, സമ്പത്ത് ഇവ മൂന്നും ഒരിടത്ത് കണ്ടെത്തുന്നത് അപൂർവമാണ്. അതിനാണ് നിങ്ങൾ മുൻഗണന നൽകുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചു കാലമായി മുകളിലുള്ള ക്രമത്തിലാണ്. എൻ്റെ അവസാന ജോലിയിൽ എനിക്ക് സന്തോഷവും ഉദ്ദേശിച്ച ഫലവും നഷ്ടമായിരിക്കുന്നു, വരുൺ പറയുന്നു. താൻ ഇതിനകം മറ്റു പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് യൂറോപ്പ്, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരുൺ ജോലി രാജിവെച്ചതിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളാണ് നെറ്റിസൺസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചതിനെ ചിലർ ധീരമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ മറ്റു ചിലർ അതിനു പിന്നിൽ എന്തെങ്കിലും ശക്തമായ കാരണങ്ങളുണ്ടാകാമെന്ന് കണ്ടെത്തി. നിങ്ങൾ എവിടെയിരുന്നാലും നിങ്ങൾ സന്തുഷ്ടനല്ലെങ്കിൽ, കുറഞ്ഞത് സന്തോഷത്തിലേക്കുള്ള ഒരു അടയാളവും കാണുന്നില്ലെങ്കിൽ തുടരരുത് എന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം.